നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അത്യാവശ്യം കാണേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് പോലെ വളരെ വിശാലമായ സെറ്റപ്പുകളൊന്നും ഇല്ല. ചെറിയ യൂട്യൂബേഴ്സിന് എങ്കിലും അവർ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ചെറിയ രീതിയിൽ നമ്മളും ചെയ്യേണ്ടത് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചെറുതായിട്ടുള്ള ഒരു വിവരണം തരാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ കാണുന്നത് എൻ്റെ ഷൂട്ടിംഗ് ഏരിയ ആണ്. നല്ല വെളിച്ചം അത്യാവശ്യമാണ്. വെളിച്ചം രാവിലെ 11 മണി സമയത്താണ് ഞാൻ സാധാരണയായി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നന്നായിട്ട് വെട്ടം കാണും ഈ മുറിക്കുള്ളിൽ. എൻ്റെ നേരെ മുന്നിലായി ഞാൻ ഒരു ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. ആ ട്രൈപോഡ് വഴിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ട്രൈപോഡിൻ്റെ മുകളിലായിട്ട് ഞാനവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കും. അതാണ് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പ്രധാന ഉപകരണം. ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ജനലയാണ് ഉപയോഗിക്കുക. ആ ജനല വഴി ലൈറ്റ് നന്നായിട്ട് വരും. പകൽ സമയമായതുകൊണ്ട് കതക് അടച്ചിട്ടിരിക്കും, ജനലയും അടച്ചിട്ടിരിക്കും. സൗണ്ട് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനല അടച്ചിട്ടിരിക്കുന്നത്. സാധാരണയായി സൗണ്ട് ഡിസ്റ്റർബൻസ് അധികമായി വരാറില്ല. അത് കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യാറില്ല. പിന്നീട് എനിക്ക് ഒരു ലൈറ്റ് ഉണ്ട്. അത് ഇവിടെയാണ്. മുകൾ വശത്തായി ഒരു ലൈറ്റ് ഉണ്ട്. അത് LED ലാമ്പാണ്. LED ലാമ്പ് തന്നെ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറേ അധികം പൂക്കളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള പൂക്കളൊക്കെ പല സന്ദർഭങ്ങളിലായി എടുത്ത് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും, കാണുവാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പൂവുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ പൂവ് എടുത്ത് മാറ്റി മാറ്റി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത്. സൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായി ഒരു മൈക്ക് യൂസ് ചെയ്യുന്നില്ല. കാരണം സൗണ്ട് എൻ്റെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തത് കാരണം സൗണ്ടിന് വേണ്ടി മൈക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഇത്രയുമാണ് ഒരു സ്റ്റുഡിയോയുടെ സെറ്റപ്പ്. സൗണ്ട് ആൻഡ് ലൈറ്റാണ് സ്റ്റുഡിയോയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതിൽ ഫ്ലോർ സെറ്റിംഗ് എന്നൊരു കാര്യമുണ്ട്. വീഡിയോ എടുക്കുന്നതിന് മുന്നേ കസേരയും മേശയും പൂക്കളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട്. അതാണ് ഫ്ലോർ സെറ്റിംഗ്. ഇതെല്ലാം വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതിന് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാധാരണയായി 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയുള്ള വീഡിയോ ആയിരിക്കും. ടോപ്പിക്ക് നേരത്തെ തന്നെ ഉദ്ദേശിച്ച് മനസ്സിൽ ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിനെ പറ്റി പറയേണ്ട സംഗതികൾ 7 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ പറയേണ്ട സംഗതികൾ നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ച് ഉറപ്പിച്ചു വെക്കും. അത് ഏതൊക്കെ സെൻറ്റൻസുകൾ പറയണം, തുടക്കത്തിൽ എന്ത് പറയണം, ഇടയ്ക്ക് എന്ത് പറയണം, എങ്ങനെ നിർത്തണം, ഇങ്ങനെ ഉള്ള എല്ലാ സെൻറ്റൻസുകളും നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ച് ഉറപ്പിച്ചു വെക്കും. ഇതിന് 2 ദിവസം സമയം എടുക്കാറുണ്ട്. അതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുക. ഞാൻ തന്നെത്താനെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞാനത് എഴുതി വെക്കാറില്ല. പക്ഷേ 2 ദിവസം സമയമെടുത്ത് മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ച് വെക്കും ഓരോരോ സെൻറ്റൻസുകളും പറയേണ്ടത്. അത് വീട്ടിലെ പണി ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും, വെറുതെ കിടക്കുന്ന സമയത്തായിരിക്കും. ഓരോ സെൻറ്റൻസുകളായി മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കും. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ പറയാനുള്ള സംഗതി
മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒറ്റ ടേക്കിൽ തന്നെ മിക്കവാറും എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യാൻ പറ്റും. തെറ്റുകൾ വരാറ് പതിവില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പറയുന്ന സംഗതി തെറ്റിപ്പോവും. മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തകൾ വന്നു കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പറയുന്ന സംഗതി തെറ്റിപ്പോവും. അങ്ങനെ ആകുമ്പോൾ അത് വീണ്ടും ഷൂട്ട് ചെയ്ത് എടുക്കും. ശരിയാകുന്നത് വരെ ഷൂട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ 2-3 പ്രാവശ്യം വരെ ഷൂട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, നമ്മളുടെ വീഡിയോയ്ക്ക് പറയുന്നതിലൊന്നും മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് മനസ്സിലാകും എടുക്കുമ്പോൾ തന്നെ. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കും. ഈ റൺ ചെയ്യുന്നത് കാഴ്ചയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വീഡിയോ കാണുമ്പോൾ നമ്മളുടെ സാരി ഉടുത്തിരിക്കുന്നതിലാട്ടെ, അല്ലെങ്കിൽ പുറകിലെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതിലാട്ടെ, അങ്ങനെയുള്ള കാണുന്ന സംഗതികളിൽ എന്തെങ്കിലും പന്തികേടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കുന്നത്. അങ്ങനെയും ഒരു കുഴപ്പവും ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുക നമ്മൾ അത് എഡിറ്റിംഗ് ആണ്. സാധാരണയായി കൂടുതലായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നും ഞാനിപ്പോൾ വലിയ വീഡിയോയിൽ ചെയ്യാറ് പതിവില്ല. പക്ഷേ ഷോർട്സ് ഉണ്ടാക്കാനും റീൽസ് ഉണ്ടാക്കാനും ഈ വലിയ വീഡിയോയിൽ നിന്ന് ചെറിയ ഭാഗങ്ങൾ മുറിച്ചെടുക്കും. അങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും എഴുതി ചേർക്കുക, ചാനലിൻ്റെ പേര് എഴുതി ചേർക്കുക, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് എഡിറ്റിംഗ് എന്ന് പറയാം. അത് ചെറിയ എഡിറ്റിംഗ് വർക്ക് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അത് ചെയ്ത് മുറിച്ചെടുത്തിട്ടാണ് ഷോർട്സായി ഇടുക അല്ലെങ്കിൽ റീൽസായി ഇടുക ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സംവിധാനം എന്നൊരു സംഗതിയുണ്ട്. സംവിധാനം എന്ന് പറയുന്നത് ഒരു ക്യാമറ എവിടെ വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ കാണിക്കാതെ ഇരിക്കണം, ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിനെയാണ് സംവിധാനം എന്ന് പറയുക. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ട്രൈപോഡ് മാത്രമാണ് കാണിച്ചത്. സാധാരണ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ട്രൈപോഡിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുക. പക്ഷേ ഇന്ന് ഞാൻ ക്യാമറ വേറെ സ്ഥലത്താണ് വെച്ചത്. കാരണം ട്രൈപോഡ് മാത്രമായി കാണിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ക്യാമറ മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ ക്യാമറ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ ഷൂട്ടിങ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം, എന്തൊക്കെ കാണിക്കാതിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്നു. അതാണ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ എല്ലാവിധ പ്രൊസീജിയറും ചെറിയ രീതിയിലാണെന്ന് എങ്കിൽ തന്നെയും അത്രയും ചെയ്തിട്ടാണ് നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പ് അത് അപ്ലോഡ് ചെയ്യുക എന്നതാണ്. യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ യൂട്യൂബ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ചെക്കിങ് ചെയ്യും. അത് നമ്മളുടെ വീഡിയോ കാണിക്കാൻ പറ്റുന്നതാണോ, അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടോ, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, പിക്ചർ ക്വാളിറ്റി ഉണ്ടോ, സൗണ്ട് ക്വാളിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്യും അവരുടെ സോഫ്റ്റ്വെയർ വഴി. ഈ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി പബ്ലിക്കായി വരിക. അങ്ങനെ പബ്ലിക്കായി കഴിഞ്ഞാൽ അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. അത് പിന്നീട് കാണേണ്ടത് പ്രേക്ഷകരാണ്. ഈ കാണുന്ന പ്രേക്ഷകർ അവരുടെ കയ്യിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അങ്ങനെ നമ്മളെ എൻകറേജ് ചെയ്യുമ്പോഴാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് വീണ്ടും ഒരു വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഊർജം ഉണ്ടാകുക. അങ്ങനെയാണ് ഈ യൂട്യൂബ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.